നമസ്കാരം. ഗൾഫ് നാടുകളിൽ തീമഴ തീർത്ത് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാഖിലും ലബനനിലും ഇറാന്റെ ബോംബ് സ്ഫോടനം. യുഎയിലും ബഹ്റൈനിലും അലുമിനിയം പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഗൾഫ് നാടുകളിലേക്ക് പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇറാഖിലും ലബനനിലും കനത്ത സ്ഫോടനങ്ങൾ നടത്തുകയാണ്. ഇപ്പൊ തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമാധാനം പറയുന്ന അമേരിക്ക തന്നെ ഏകദേശം 3500 US സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇറാന്റെ മണ്ണിലെ ഉരുക്ക് പ്ലാന്റുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പകരമായിട്ട് യുഎയിലും ബഹ്റൈനിലും അലൂമിനിയം പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം 2026 മാർച്ച് 29 ഇതുപോലെ ഗൾഫ് മേഖലയെ നടുക്കിയ സൈനിക നീക്കങ്ങൾ ഉണ്ടായത്. ലോകത്തെ അലൂമിനിയം വിതരണത്തിന്റെ 9% കൈയാളുന്ന GCC രാജ്യങ്ങളിലെ ഈ ആക്രമണം ആഗോള വ്യവസായ മേഖലയിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. UAE തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കുകയും മിസൈലുകളും ഡ്രോണുകളും വിജയകരമായിട്ട് തടയുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ 10 ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്നും കുവൈറ്റിലും ബഹ്റിനിലും അപായ സൂചനകൾ നൽകുന്ന സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും തുല്യമായിട്ടുള്ള രീതിയിൽ ഗൾഫിലെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്ന പകരം വീട്ടൽ തന്ത്രം അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രകടമാകുന്നത് എന്നുള്ളതാണ്. ഇറാഖിലെ ബാഗ്ദാദിലുള്ള പ്രമുഖ വ്യാപാര കേന്ദ്രമായിട്ടുള്ള കരാഡയിൽ ഡ്രോൺ വീണത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. തങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഒരിക്കലും അനാവശ്യമായിട്ട് വലിച്ചിഴക്കപ്പെടുകയാണ് എന്നുള്ള ഭീതിയിലാണ് ഇറാഖ് ജനത ഇപ്പോൾ മുന്നിലുള്ളത്. ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും അർബീലിലെ അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെയും ഒക്കെ ഡ്രോൺ ആക്രമണം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനു പുറമെ ഖുർഷിദ് സ്വയംഭരണ പ്രവിശ്യ പ്രസിഡന്റ് നിച്ചിർവൻ ബാർസാനിയുടെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ UAEയും സിറിയയും അമേരിക്കയും അപലപിക്കുകയും ചെയ്തു. ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഫോഴ്സ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് എന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ദക്ഷിണ ലെബനനിലെ അബ്ബയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു വീട് പൂർണ്ണമായിട്ടും തകരുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നബാത്തിയ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ക്ലിനിക്കുകളും ഓഫീസുകളും പ്രവർത്തിക്കുന്ന വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തുകയും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ തടങ്കലാക്കുകയും ചെയ്തിട്ടുണ്ട്. നബ്ലസിലും ജെറുസലേമിലും റെയ്ഡുകൾ ഇപ്പോൾ കാര്യമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിട്ട് 30 ദിവസം പിന്നിടുകയാണ്. നെറ്റ് ബ്ലോക്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സാധാരണ ലഭിക്കേണ്ട ഇന്റർനെറ്റിന്റെ 1% മാത്രമാണ് ഇപ്പോൾ ഇറാനിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടെ പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. 3500 സൈനികരും നാവികരും അടങ്ങുന്ന USS ട്രിപ്പോളി മേഖലയിൽ എത്തിയതായിട്ട് US സെൻകോം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും അവിടെ അമേരിക്കയുടെ പോരാളികൾ അല്ലെങ്കിൽ സൈനികർ എത്തപ്പെടുന്നു, യുദ്ധം സജീവമാകുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, പ്രവാസികളുടെ സുരക്ഷയടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറുകയാണ്. ഇപ്പോൾ UAEയിലും സൗദിയിലും ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങൾ, റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തുന്ന ഒരു സമീപനം ഇറാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഗൾഫ് നാടുകളിൽ മുഴുവൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ തന്നെ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള തീമഴ തീർക്കുന്ന ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഗൾഫ് നാടുകളിൽ ഉണ്ടാകും. ഇറാഖിലും ലബനനിലും ഇറാന്റെ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകളാണ്.